കാൺമാ അവർക്കേകിടുന്നു, ശപള നിറം വിണ്ണീനു നൽകിയിടുന്നു, നയന സുഖം കാൺമാവർ കേകിടുന്നു. നിർമ്മലമാം സുഹൃതം തൻ പൊന്നൊളിയാർ നമരുമിട, നിർമ്മലമാം കാംക്ഷിച്ചു പാർത്തിടുന്നേ, പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ, പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടും, ആ പുരമിതിനെ കാംക്ഷിച്ചു. വേണ്ട വിളക്കാവിടെ സൂര്യ ചന്ദ്രരോ വേണ്ടോട്ടുമേ, വേണ്ട വിളക്കാവിടെ സൂര്യ ചന്ദ്രരോ വേണ്ടോട്ടു, പരമസുതൻ തന്നെ യാതിൻ വിളക്ക്, പരമൊളിയാൽ ശോഭിച്ചിടും നീ പൂരം, പരമസുതൻ തന്നെ യാതിൻ വിളക്ക്, പരമൊളിയാൽ ശോഭിച്ചിടും നീ പൂരം. നിർമ്മലമാം സുഹൃതം തൻ പൊന്നൊളിയ നമരുമിട, നിർമ്മലമാം കാംക്ഷിച്ചു പാർത്തിടുന്നേ, പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ, പുരമിതിനെ കാംക്ഷിച്ചു. ഓറി ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തെ നോക്കി പാർത്താൻ പറയുക. കൂടാരവാതിക്കൽ അബ്രഹാം കൂടാരവാതിക്കൽ ഇങ്ങനെ നോക്കി പാർത്തിരുന്നപ്പോൾ ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് ഒരു വാഗ്ദത്തം പറഞ്ഞായിരുന്നു. ഞാൻ നിന്റെ സന്തതിയെ 15-16 ഒന്ന് പെട്ടെന്ന് വായിച്ചു തരും. ഉൽപ്പത്തി ചടേന്ന് വായിക്കും, സമയം പോകുന്നു. ആ ആ അമോര്യരുടെ അതിക്രമം ഇതുവരെ. അപ്പൊ 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അത് സന്തതി ഇല്ലാതിരുന്നപ്പോ പറഞ്ഞതാ, പേടിക്കൊന്നും വേണ്ട, ഭയപ്പെടേണ്ട, 4ാം തലമുറ ഇവിടെ വരും. ഇനി 22-ാം അധ്യായത്തിന്റെ 15-16 ആ യഹോവയുടെ ദൂതൻ 2ാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിന്, ആ നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. കണ്ടോ, കൂടാരവാതിക്കലിരുന്ന് പട്ടണം കണ്ടവനോട് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഐശ്വര്യമായിട്ട്. പട്ടണവാതിക്കലിരുന്ന് പാപം കണ്ട മിസ്റ്റർ ലോത്ത് ദൂതന്മാര് സന്ധ്യയ്ക്ക് അവിടെ വന്ന്, വൈകുന്നേരത്ത് വന്ന് പുള്ളി പറഞ്ഞു വീട്ടിൽ വരണം, ഡിന്നർ. ദൂതന്മാർ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ ഈ വഴിത്തലയ്ക്കൽ എവിടെയും. അന്നേരം പറഞ്ഞു അത് ഒട്ടുമൊക്കത്തില്ല, വീട്ടിൽ വരണം. വീട്ടിൽ കൊണ്ടുപോയി സന്ധ്യയ്ക്ക് ദൂതന്മാർ വന്നതാ. അബ്രഹാമിൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വന്നതാ, ലോത്തിൻ്റെ വീട്ടിൽ വൈകുന്നേരമാണ്. ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി. പക്ഷേ ലോത്തിൻ്റെ അവിടെ വന്നപ്പോൾ സന്ധ്യയായി. അതുവരെ എവിടെ ആയിരുന്നു? ഇത് നടക്കണ്ടായില്ലേ? നിങ്ങളാ ഭാഗം പഠിച്ചറിയാം. അബ്രഹാമിൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണമെല്ലാം കൊടുത്തു, ശരിക്കും ശാപ്പാടും ഒക്കെ കഴിച്ചു, സാറായും വിളിച്ചു, കാര്യമൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അബ്രഹാം ആ മെയിൻ റോഡ് വരെ വന്നു, യാത്രയാക്കി. അപ്പോൾ ദൂതന്മാർ സോദോമിനുള്ള വഴിക്ക് തിരിഞ്ഞു. അങ്ങനെ സോദോമിനുള്ള വഴിക്ക് തിരിഞ്ഞപ്പോൾ അബ്രഹാം ചോദിച്ചു അടുത്ത ശുശ്രൂഷ എവിടാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അടുത്തത് സോദോമിലാന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം അറിയാം സഹോദരപുത്രനും കുടുംബവും അവിടെ ഉണ്ടെന്ന്. അപ്പം അബ്രഹാം ചോദിച്ചു ഫാസ്റ്റിംഗ് പ്രെയർ ആണോ, കൺവെൻഷനാണോ, ക്രൂസേഡാണോ, അതോ ഉപവാസ പ്രാർത്ഥനയാണോ, ബൈബിൾ ക്ലാസ്സോ ആണ്? ദൂതന്മാർ പറഞ്ഞു ഇതൊന്നുമല്ല, ഫയർ മീറ്റിംഗ് ആണ്.
ഫയർ കോൺഫറൻസ്, ഫയർ കൊച്ചുങ്ങളൊക്കെ ഇപ്പോൾ ഫയർ ഫയർ മീറ്റിംഗ്. ഉടനെ അബ്രഹാം പറഞ്ഞു, അയ്യോ ഇപ്പം ഫയർ മീറ്റിംഗ് ചെയ്യരുത്. ആ ഊതൻ പറഞ്ഞാൽ എൻ്റെ സഹോദരപുത്രൻ അവിടെ ഉണ്ടെന്നുള്ള ആശയത്തിൽ അബ്രഹാം പറഞ്ഞു, ആട്ടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിക്കും. അപ്പം ദൂതന്മാർ പറഞ്ഞു, ഇല്ല നശിപ്പിക്കത്തില്ല അവറാച്ച. അപ്പോൾ അബ്രഹാം ഇങ്ങനെ ചിന്തിച്ചു 50 കൊണ്ടുവന്ന്. അപ്പം ചിന്തിച്ചപ്പോൾ 50 ഇല്ല. ഉടനെ പറഞ്ഞു, പോകരുത് ഇത് അവിടെ വെയിറ്റ് ചെയ്യണം. അതാ ഈ സന്ധ്യ ആയത് അവിടെ വരാൻ. ഇവർ ഉച്ചയ്ക്ക് തിരിഞ്ഞതാ. അപ്പം അവറാച്ചൻ എന്ത് ചെയ്തിട്ട് ഇവരെ വിടുക? അബ്രാച്ചൻ മധ്യസ്ഥത അണയ്ക്കുക. അവറാച്ചൻ അപ്പം കടന്നു പോകരുത് 40 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അന്നേരം ദൂതന്മാർ പറഞ്ഞില്ല അവറാച്ച 40 ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് നോക്കട്ടെ. പിന്നെയും പ്രാർത്ഥിച്ചിട്ട് 40 ഇല്ല എന്ന് പറഞ്ഞ് പോകരുത്, 30 ഉണ്ടേ. അങ്ങനല്ലേ മാമേ വായിച്ചേ? ആ എല്ലാം വായിക്കാൻ നേരമില്ല. ആദ്യം 50 ചോദിച്ചു, പിന്നെ 40 ചോദിച്ചു, പിന്നെ 30 ചോദിച്ചു, പിന്നെ 20 ചോദിച്ചു, ഒടുവിൽ 10. ഒന്നാലൊന്നും വന്നില്ല. അങ്ങനെ ലാസ്റ്റ് കൊണ്ട് 10 നിർത്തിയത്. 10 പേര്. അപ്പൊ ഈ സമയമെല്ലാം മധ്യസ്ഥതയാ. അതുകൊണ്ട് ഈ ദൂതന്മാർക്ക് പോകാനൊക്കുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാ. പിന്നെ സോദോമിൽ വൈകുന്നേരം വരാൻ കാര്യം വൈകുന്നേരം വരെ ഇവിടെ മധ്യസ്ഥതയാ. 50 തുടങ്ങി, 50 ഉണ്ടെ നശിപ്പിക്കില്ല, 40 ഇല്ല, 30 20 ഇല്ല, 10. ലാസ്റ്റ് 10 കൊണ്ട് അങ്ങനെ ഈ 10ന്റെ കണക്ക് 10 കൽപ്പനയോ ആകെ പിന്നെ കൊടുത്താലേ 10ന്റെ കണക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാ ചോദിച്ചാൽ മതി. അപ്പുറം ഇങ്ങനെ ചിന്തിച്ചു, കുറഞ്ഞത് ആ പട്ടണത്തിൽ 10 എണ്ണമെങ്കിലും ഗുണപ്പെട്ടത് കാണും. കാരണം അബ്രഹാമിന്റെ ചിന്ത, എൻ്റെ സഹോദരപുത്രൻ ലോത്ത് അവൻ ഇറങ്ങിയ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ യാഗപീഠം പണിതും ആരാധിക്കുന്നതും അവൻ കണ്ടതാ. അപ്പൊ കവി പണ്ട് പറഞ്ഞതുപോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനുമുണ്ട. അവൻ ഗുണപ്പെട്ടതല്ലെങ്കിൽ ഈ കൊട്ടും പാട്ടും തുള്ളലും ചാട്ടവും എല്ലാം അവനും 10-12 കൊല്ലം കണ്ടതാ. അപ്പൊ അവൻ ഇതിനെപ്പറ്റി അറിയാം. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, വേർപാട് പാലിക്കണം, അവന് കുറച്ച് കാര്യം അറിയാം. നിശ്ചയമായിട്ടും അവൻ അവൻ്റെ പെമ്പളയോട് കുഞ്ഞന്നമ്മേ, നമ്മൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടായി സോതോമിൽ വന്നെങ്കിലും ഞാൻ എൻ്റെ ഉപ്പാപ്പൻ്റെ കൂടെ സുവിശേഷ വേലയായിരുന്നു 10-15 കൊല്ലം. ഉപ്പാപ്പൻ ആരാധിക്കുക, യാഗപീഠം പണിയുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് കുഞ്ഞന്നാമ്മേ ഇതാടി ശരിയെന്ന് കുഞ്ഞന്നാമ്മയോട് മിസ്റ്റർ ലോത്ത് പറഞ്ഞു കാണും. അപ്പം 2 പേരായേ. അപ്പം മിസ്സിസ് ലോത്ത് 2 പെൺപിള്ളേരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു കാണും, ഞാനങ്ങ് പേരെടുക്കുക കെസിയായും ബ്ലെസ്സി. ഇവിടെ അങ്ങനെ പേരുണ്ട്, ക്ഷമിക്കണം, ഞാനങ്ങ് എടുക്കുക കെസിയായും ബ്ലെസ്സി, അല്ലെ ബ്ലെസ്സിയും ഗ്രേസും, അങ്ങനെ ഇരിക്കട്ടെ, ബ്ലെസ്സി. അപ്പം കുഞ്ഞന്നാമ്മ ഗ്രേസിനോട് പറഞ്ഞു, മോളെ ബ്ലെസ്സി, എടീ നമ്മളിങ്ങനെ നിങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ ടൗണിൽ വന്നത്, നിങ്ങൾക്ക് ഹയർ സ്റ്റഡി. അപ്പം അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ അവിടെ വിട്ടിഞ്ഞ് വന്നത്. അപ്പം ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ അപ്പൻ ലോത്ത് അവരുടെ ഉപ്പാപ്പൻ പഴയ ബന്ധിക്കോസുകാരനാണ്. ഉപ്പാപ്പൻ്റെ കൂടെ ഒത്തിരി യോഗത്തിനൊക്കെ പോയതാ. പെട്രോമാക്സ് ചുമ്മിയതും ചൂട്ടുകറ്റ ഇങ്ങനെ വീശി ലോത്താ മുന്നേ നടന്നത്. അപ്പം അങ്ങനെയൊക്കെ നടന്നത്. അതുകൊണ്ട് ഇത് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം ഇതൊക്കെ മിസ്സിസ് ലോത്ത് പെൺപിള്ളാരോട് ഗ്രേസിനോടും ബ്ലെസ്സിയോടും പറഞ്ഞു കാണും. അപ്പം ഈ ഗ്രേസിനും ബ്ലെസ്സിക്കും കല്യാണം ആലോചിച്ച് ആൺപിള്ളേർ അവിടെ ഉണ്ട്. പിള്ളേരുടെ ഭാഷ പറഞ്ഞ അഫെയർ. അവൻ ഗ്രേസ്, അവൻ്റെ പേര് ഡാനി, ഞാനങ്ങ് പേരിടുക, അവൻ്റെ പേര് ഡാനി. അവള് ഡാനി ആയിട്ട് ബുള്ളറ്റിൽ ഇങ്ങനെ വിഴിഞ്ഞത്തൂടെ പോയപ്പം അവളിങ്ങനെ ബുള്ളറ്റിൻ്റെ പുറകെ ഇരുന്ന് അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഡാനി നമ്മളിങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങനെ വിഴിഞ്ഞത്തൂടെ നടക്കുന്നെങ്കിലും ഞങ്ങളുടെ വീട്ടുകാരെല്ലാം പെന്തിക്കോസുകാരാ, നമ്മുടെ കല്യാണം നടക്കണമെങ്കിൽ നീ സ്നാനപ്പെടാതെ പറ പറ്റത്തില്ലെന്ന് ഗ്രേസ് ഡാനിയോട്. ബ്ലെസ്സി അവിടെ അഫയർ ഉണ്ടായിരുന്നു ഒരുത്തനെ.
സ്തോത്രം. അവൻ്റെ പേര് ഡേവിഡ്സൺ. ഞാനൊരു പേരിടുന്നതേ ഉള്ളൂ, നിങ്ങൾ ഉടക്കുണ്ടാക്കരുത്. അപ്പം ബ്ലസി ഡേവിഡ്സനോട് പറഞ്ഞു, ഡേവിഡ്സൺ, നമ്മളിങ്ങനെ ഈ പാർക്കിൽ വന്നിരിക്കുന്നത് ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവം ഉണ്ട്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടണം, സ്നാനപ്പെട്ടെങ്കിലേ നമ്മുടെ കല്യാണം. അപ്പം ഗ്രേസ് ഡാനിയോടും ബ്ലസ്സി ഡേവിഡ്സനോടും പറഞ്ഞു കാണാം. അപ്പം ലോത്ത് ഭാര്യ രണ്ട് പെൺകുട്ടികൾ, 2 4. ഇവർക്ക് ആലോചിച്ച് ആമ്പിള്ളേർ 4 2 6. ഡേവിഡ്സൺ ചെന്ന് അവൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, എനിക്കൊരു പെങ്കൊച്ചിനെ പരിചയമുണ്ട്, ഞങ്ങൾ വളരെ അടുപ്പമാണ്, അവളുമായിട്ട് വളരെ, അതുകൊണ്ട് നിങ്ങളുടെ സ്നാനപ്പെട്ടെങ്കിലേ കല്യാണം. അപ്പം 6 2 8. ഡാനി എന്ന് അവൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, എൻ്റെ കല്യാണം നടത്തണമെങ്കിൽ നിങ്ങളും കൂടെ. അപ്പം 8 2. ഇപ്പം 10 കറക്റ്റായോ? 10 തികഞ്ഞു. ഇത് ഒപ്പിച്ച എങ്ങനെയാന്ന് എനിക്കും ദൈവത്തിനും അറിയാവൂ. അബ്രഹാം 10-ലല്ലേ നിർത്തിയത്? ലോത്തും ഭാര്യയും 2 പെൺകുട്ടികൾ 2 2 4. ആലോചിച്ച് ആമ്പിള്ളേർ 4 2 6. മൂത്തവൻ്റെ അപ്പനും അമ്മ 6 2 8. ഇളയവൻ്റെ അപ്പനും അമ്മ 8 2 10. അബ്രഹാം 10. അപ്പൊ 10 പേരെ നോക്കിയിട്ട് പോലും ഒത്തില്ല. സ്തോത്രം. അയ്യോ അങ്ങ് നിർത്താം, പിന്നീട് ഇരിക്കാൻ നമുക്ക് ചിന്തിക്കും, ഇതോടെ പറഞ്ഞ് അങ്ങ് നിർത്താം മതി. സ്തോത്രം. നിങ്ങളും ഭാരപ്പെടുന്നു, അതുകൂടെ പറഞ്ഞു നിർത്താം. കൂടാരവാതിക്കലിരുന്ന് പട്ടണം കണ്ടവനോട് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. പട്ടണവാതിക്കലിരുന്ന് പ്രേമം കണ്ടവന്റെ കുടുംബത്തിൽ നടന്നത് പറയാൻ ലജ്ജാകരമാണ്. ദൂതന്മാര് സന്ധ്യയ്ക്ക് വന്ന് വീട്ടിൽ കയറി, രാത്രിയായപ്പോൾ സോതോം പൂരക്കാരെല്ലാം കൂടെ വന്ന് പെരവളഞ്ഞു, അവരുമായിട്ട് തർക്കമായി, പ്രശ്നം. എന്നാൽ ഈ ദൂതന്മാർ വന്നപ്പോൾ ഇയാൾ സന്ധ്യയ്ക്ക് പെമ്പളയും പിള്ളേരെയായിട്ട് പോകണ്ടേ? ഇയാൾ പോയില്ല. ഇയാൾ പിന്നെയും ഗ്രില്ല് ചിക്കൻ ചുടുക. മനസ്സിലായോ? തന്തൂരി, കുഴിമന്തി. സന്ധ്യയ്ക്ക് ദൂതം വന്നപ്പോൾ ദൂതം പറഞ്ഞു തീ ഇടാൻ പോവുക, രക്ഷപ്പെടണം. പുള്ളി ഇതെല്ലാം ചുമ്മാ നാന്ന്. പുള്ളിയോട് പറഞ്ഞു, നമുക്ക് അതൊക്കെ അത് വിട്ടുകളാം. ബ്രദറിന് കുഴിമന്തിയാണോ ഇഷ്ടം അതോ തന്തൂരിയാണോ? അപ്പൊ ദൂതം പറഞ്ഞു, എടാ മിക്കവാറും മൊത്തം തന്തൂരിയാക്കാനാ, എല്ലാത്തിനെയും തന്തൂരിയാക്കാനാ സ്വർഗത്തിലെ. സന്ധ്യയായിട്ടും പോയില്ല. എന്നാൽ രാത്രി പോകണ്ടേ? പെര വളഞ്ഞപ്പോ അപ്പുറേ കൂടെ പോകണ്ടേ? എന്നിട്ടും പോയില്ല. ഇങ്ങനെ വായിക്കുന്നു, ഉഷസ്സായപ്പോൾ ദൂതന്മാര് ബന്ധപ്പെടുത്തി ഉഷസ്. അപ്പൊ വെളുപ്പിനെ 3 മണിയോളം ആകുക, എന്നിട്ടും പുള്ളി ഇറങ്ങുകയല്ല. അവസാനം കൈക്ക് പിടിച്ച് വലിച്ചു ഓടണമെന്ന് പറഞ്ഞു. ദൂതന്മാർക്ക് വരുന്ന പങ്കപ്പാട്, തള്ളച്ചി എന്ത് ചെയ്താ ഓടുകയല്ല. ഇവിടെ ഇഷ്ടംപോലെ കിടക്കുകയല്ലയോ, ഇവിടെ ഇഷ്ടംപോലെ സ്വത്ത്. ദൈവമേ. അവസാനം സോഫാറ് കാണിച്ചേച്ച് തള്ള എവിടെ നോക്കി, പരക്കടെ നോക്കി. ഇപ്പോൾ അവിടെ നിൽക്കുന്നെന്ന് പോയേച്ച് വന്നവരൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. ഞാൻ ഇതുവരെ പോയിട്ടില്ല, നിൽക്കട്ടെ. അപ്പനും 2 പെൺപിള്ളേരും കൂടെ ഓടി സോവാറിൽ ചെന്ന്. അപ്പം ദൂതനോട് പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഈ സോവാറിലോട്ട് കയറിക്കോട്ടെ, എനിക്ക് അങ്ങ് വരെ ഓടാൻ. അതും ദൈവം കരുണ ചെയ്തു, കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോഴേ അവിടെ ഗന്ധകപ്പാറ കത്തി ഇറങ്ങുക മേളിൽ നിന്ന്. സൈമൺ എനിക്കതൊക്കെ ചൊല്ലി പ്രസംഗിക്കുന്നതാണ് ഇഷ്ടം, അതിന് നേരമില്ലാത്ത കൊണ്ടാണ്. സാറ് കൊടുത്തിരിക്കുന്നത് ഇവര് സോവറിലോട്ട് കയറുകയും സോഡോമിൽ ഇടിയും കൊള്ളിയാനും മേളിൽ നിന്ന് കല്ലും എല്ലാം കൂടെ വരിക. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, ജ്വലന കന്നകട്ടകളുട നടുവിലിടിവാളുകൾ, ഒരു ഇടിയും ഒരു മിന്നലും എല്ലാം കൂടെ മേളിഞ്ഞോട്ട് ഇറങ്ങുക. ജ്വലന കന്നകട്ടകളുട നടുവിലിടിവാളുകൾ, ജാതരോക്ഷം പരന്നാകാശവീതിയിൽ പ്രളയമതിലുയരും ഒരു ചണ്ടവാദങ്ങളും പ്രത്യുൽക്രമിച്ചു പ്രത്യക്ഷമാംവിധം നിമിഷ സമയം കൊണ്ട് ദിവ്യാശു ശുഷ്കണി
നിർഗളി ചമ്പരദിക്കിൽ നിന്നക്ഷണം വലിയ നിലയങ്ങളും വൻമാളികകളും വൻപരും തുങ്കമാ നിവാസവും എല്ലാം കത്തിച്ചാമ്പലായി. യവമഭിജ ഗോതമ്പ് ചോളം ചണം മല്ലി ജീരകം നാരകം ഗോസ്തനി വല്ലികൾ തുരകകരമായ മകിഷ വൃഷഭാദിയാൽ തുന്തിലമായുള്ള നാട്ടിൻപുറങ്ങളും തുരകവും മയവും ഋഷഭവും എല്ലാം കത്തിച്ചാമ്പലായി. അപ്പനും പെൺപിള്ളേരും കൂടെ ഓടി ഒരു ഗുഹയ്ക്കകത്ത് കയറി. ഗുഹയ്ക്കകത്ത് ഞാന് വിവരിക്കുന്നില്ല, നിങ്ങൾ വചനപരിജ്ഞാനമുള്ളവരാ. പെൺപിള്ളേരും അപ്പനും കൂടെ ഗുഹയ്ക്കകത്ത് കയറി. അന്നേരം ചേടുത്തി അനിയത്തിയും കൂടെ ഒരു ചെറിയ ട്രിക്ക്. ചേടുത്തി അനിയത്തിയോട് പറഞ്ഞു, ബ്ലെസ്സി ഇനിയിപ്പം നമ്മുടെ കല്യാണം നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. അതിനാ അമ്മാമേ അനിയത്തി ചോദിച്ചു. അതിനാന്ന് എടി എല്ലാം കത്തിച്ച് മൊത്തം കത്തി, ഇനി ഈ ഭൂമിയിൽ ആകെ കൂടെ ഉള്ളത് ഇങ്ങേര് മാത്രമാണ്. വായിച്ച് അണ്ട 31 വാക്യം ഉറക്കെ വായിച്ചേ. 31 അത് ഞാൻ പറയുന്നതേ വായിക്കാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമ്പോൾ ഗുഹയ്ക്കകത്ത് അപ്പനും മക്കളുടെ പെൺപിള്ളേരുടെ പമ്മി ഇരിക്കുക. അപ്പൊ അത് കത്തിച്ചാമ്പലാകുക അവിടെ സോതോംപുരി. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൾ അപ്പൊ ചേടുത്തി അനിയത്തിയോട് ബ്ലെസ്സി ഗ്രേസിനോട്, ഗ്രേസേ നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു, എന്ന് പറഞ്ഞ ചേടത്തി അനിയത്തിക്ക് ക്ലാസ് പഠിയണി. ഇനി നമ്മുടെ കല്യാണം നടക്കുകയല്ലെന്ന്, നമ്മളെ കെട്ടാനും ആടാനും ഒരുത്തനും ഇനി ഉണ്ടാകത്തില്ല. ഒരു കുടുംബത്തിന്റെ അധപതനമാണ്. നമ്മളെ ഇനി കല്യാണം കഴിക്കാനോ ഒരു ജീവിതത്തിന് ആരുമില്ല. അങ്ങനെ ചേടത്തി അനിയത്തും കൂടെ സൂത്രം ഉണ്ടാക്കി അപ്പനാൽ 2 പെൺകുട്ടികൾ ഗർഭവതികളായി. 2 വംശങ്ങൾ പിറന്നു. മൂത്തവൾ ഒരുവനെ പ്രസവിച്ചു, ഇളയവൾ ഒരുവനെ. അങ്ങനെ 2 വംശം, മോവാബ്യരും അമ്മോന്യരും. ഒരു കുടുംബത്തിന്റെ അധപതനമാണ്. മോവാബ്യരും അമ്മോന്യരും ഈ 2 വംശങ്ങളെ പറയുമ്പോൾ തമ്പുരാൻ ആവർത്തനം 23:2 മുതൽ പഠിക്കുമ്പോൾ വിലക്ക് കൊടുത്തു. ഒരമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10ാം തലമുറ പോലും ഇതിനകത്ത് കയറിയേക്കരുത്. എന്താ ഇതിനകത്ത് പാഠം? കൂടാരവാതിൽക്കലിരുന്ന് പട്ടണം കണ്ടവനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും. പട്ടണവാതിൽക്കലിരുന്ന് പാപം കണ്ടവന്റെ കുടുംബത്തിൽ പറഞ്ഞു 10 തലമുറ ഇതിനകത്ത് കയറരുതെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ എല്ലാം മൂല കാരണം ഇരിപ്പ് ശരിയല്ലായിരുന്നു. ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം, ഇരിക്കേണ്ടതുപോലെ ഇരിക്കണം, നടക്കേണ്ടതുപോലെ നടക്കണം, ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ മുഖവരയായിട്ടുള്ള ആ എടുത്ത ഭാഗത്തേക്ക് വന്നില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ ഈ പറഞ്ഞതിനകത്തൊക്കെ ആത്മീക പാഠവും ദൂതും തന്നിട്ടുണ്ടെന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അനുവദിക്കുകയാണെങ്കിൽ, കർത്താവിന് ഹിതമുണ്ടെങ്കിൽ, ദൈവഹിതമാണ്, നിങ്ങൾക്കും താല്പര്യമുണ്ട്, നമുക്കിത് പിന്നെങ്ങാനും ചിന്തിക്കാം. ഇപ്പം തന്നെ 10 മണിയോളം ആകുന്നു. 10 നിങ്ങളെ അഭിനന്ദിക്കുന്നു. അപ്പം എന്നോട് പറഞ്ഞ് മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല എന്നൊരു സൂചന തന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്തത്. തന്നെയല്ല, നിങ്ങളെല്ലാം വചനത്തിൻ്റെ ചുറ്റാകെ നന്നായിട്ടിരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണം, വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം, പരമാർത്ഥ മനസ്സോടെ ദൈവത്തെ സേവിക്കണം. ആമേൻ. വിശുദ്ധരായി ആമേൻ കർത്താവിനെ ആരാധിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആ മുമ്പേ പാടിയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടാം. കൃപയഗണം കൃപാനിധിയ കൃപാനിധിയേ കൃപാനിധിയേ കൃപയഗണം. കൈയടിച്ച് ചേർന്ന് ഓ മുൻപേ പോയാനിൽ പിൻപേ ഗണിപ്പാനാ നീ മാത്രമാണ് എനിക്കാധാരം. നീ
മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയേ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. ഓ എന്നൻ സിയോനെ ചെന്നു അന്ന് കണ്ണീരോ മാറും കനാനിൽ. എന്നൻ സിയോനെ ചെന്നു കാണും അന്നൻ കണ്ണീരോ മാറും കനാനിൽ. ഭക്ത സേവിക്കും കർത്തൃകാരണം വ്യക്തമായി കാണുമേ രക്ഷകനേ. വ്യക്തമായി കാണുമേ രക്ഷകനേ. കരുണാനിധിയേ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടിയാട്ടെ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ഇന്ന് പകലും വൈകിട്ട് ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും സഭയ്ക്കും നന്ദി. പകൽ ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന അപേക്ഷിക്കുന്നു. എല്ലാറ്റിലുപരി കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.